ഹലോ ഗൈസ്, ഇത് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. എന്തോ ഒരു പരിപാടിയുണ്ട്. നിങ്ങൾക്ക് ഒറ്റ കുഴപ്പമുണ്ടല്ലോ. നമ്മുടെ നാട്ടിൽ ഫുൾ സോംബീസായി. നമുക്ക് എന്തായാലും റോഡ് വീടിനകത്തോട്ട് വരണം. നമുക്ക് നേരെ നമ്മുടെ ജിമ്മേരിയിൽ പോയിട്ട് അവിടെ നിന്ന് ഇവരെങ്ങനെ കൊല്ലുന്നതിനൊക്കെ ആലോചിച്ച് നോക്കാം. ഗൈസ്, ഇനി നമ്മൾ എന്നാ ചെയ്യാനാ? നമ്മുടെ സൊസൈറ്റിയിലുള്ള ഫാമിലിയൊക്കെ സോംബിയായി കാണുമോ? എനിക്ക് അതോർത്തിട്ടാ പേടി. ബാക്കിയുള്ളവരും സോംബിയായി കാണുമെന്ന് ഓർത്തിട്ട് പേടി ഉണ്ട്. എന്നാൽ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഫ്രാങ്ക്ലിൻ അണ്ണനെ വിളിച്ചു നോക്കാം. ഹലോ ഫ്രാങ്ക്ലിൻ അണ്ണ, നിങ്ങൾ വല്ല സോംബി ഇടുണ്ടോ? ഗൈസ്, ഫ്രാങ്ക്ലിനെ കിട്ടുന്നില്ല. ഗൈസ്, ഫ്രാങ്ക്ലിൻ അണ്ണനെ കിട്ടുന്നില്ല. എനിക്ക് പുള്ളി സോംബിയായി കിട്ടുന്നുണ്ട്. ഇവിടെ ഉള്ള എല്ലാവരും സോംബിയായി കാണും. നമുക്ക് നമ്മൾ രാഹുലിൻ്റെ കൂടെ വിളിച്ചു നോക്കാം. ഹലോ രാഹുലേ, നീ ഇവിടെ ഉണ്ടോ? ഗൈസ്, രാഹുൽ എടുക്കുന്നില്ല. ഗൈസ്, നമുക്ക് ഇത് ലാസ്റ്റ് ഫൈനൽ സോഹിത്തിനെ കൂടെ വിളിച്ചു നോക്കാം. അവനും കൂടെ ഇല്ലെങ്കിൽ നമുക്ക് കൺഫേം ആയി ഇവിടെ ഉള്ള എല്ലാ ആൾക്കാരും സോംബീസായി. ഹലോ സോഹിത്തെ, നീ ഇവിടെ ഉണ്ടോടാ? ഇല്ലടാ. ഗൈസ്, അവന് ജീവനുണ്ടെന്ന് തോന്നുന്നു. ഗൈസ്, സോഹിത്തിൻ്റെ വീടും എനിക്കറിയില്ല. എൻ്റെ സ്കൂളിൽ കൊണ്ട് പറ്റിയ ഫ്രണ്ടാണ്. അവൻ്റെ നമ്പർ ഉണ്ടെന്നേ ഉള്ളൂ. ഇനി എന്നാ ചെയ്യാനാ ഗൈസ്? സോഹിത്തിനെ വിളിച്ചാൽ നമുക്ക് വീട്ടിൽ അഡ്രസ്സൊക്കെ ഒന്ന് വായിച്ചു നോക്കാം. ഹലോ സോഹിത്തെ. ഗൈസ്, ഇപ്പോൾ സോഹിത്തിനെ കിട്ടുന്നില്ല. എനിക്ക് തോന്നുന്നു സോഹിത്ത് ഇപ്പോൾ സോംബിയായി കാണുന്നത്. നമ്മൾ വെട്ടൂര്, നമ്മൾ മാത്രമേ ഉള്ളൂ ഇവിടെ. നമ്മളെ ഷിൻജാനെയും കൂടെ ഒന്ന് വിളിച്ചു നോക്കാം. ഹലോ ഷിൻജാനെ. ഗൈസ്, ഷിൻജാനെ കിട്ടുന്നില്ല. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് നമ്മൾ ഷിൻജാനും കൂടെ വിളിച്ചു നോക്കാം. അവരും കൂടെ എനിക്ക് ഉറപ്പായിട്ട് ഞാൻ എടുക്കില്ല. ഹലോ മിഞ്ഞാനെ, നീ ഇവിടെ ഉണ്ടോ? താങ്കൾ വിളിക്കുന്ന വ്യക്തി കോളുകൾ സ്വീകരിക്കുന്നില്ല. തീർച്ചയായും കുറച്ചു നേരം കഴിഞ്ഞ് ശ്രമിക്കുക. ഗൈസ്, മിഞ്ഞാനും എടുക്കുന്നില്ല. എന്തായാലും നമ്മൾ പറ്റും. ഇവിടെയുള്ള എല്ലാ ആൾക്കാരും നമുക്ക് തോന്നിയാൽ വേറെ വരില്ല. നമ്മളിനി എന്നാ ചെയ്യും? എൻ്റെ കല്യാണം ഇത് കാറും ഇല്ല. ഗൈസ്, എനിക്കിന്നൊരു ഐഡിയ ഉണ്ട്. എൻ്റെ കൂട്ടുകാരൻ വർക്ക്ഷോപ്പിലുണ്ടായിരിക്കും. ജീവിച്ചിരിക്കുമെന്നൊന്നും അറിയില്ല. അവന് ചിലപ്പോൾ സോംബി ആയിട്ടാണോ. അവനെ കൂടി ലാസ്റ്റായിട്ട് വിളിച്ചു നോക്കാം. ഹലോ 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 എടാ, നീ ഇവിടെ ഉണ്ടോ? ആടാ, ഞാനിവിടെ ഉണ്ട്. എന്തിനാ? എടാ, നീ ഒന്നും അറിഞ്ഞില്ലേ? നമ്മുടെ നാട്ടിൽ ഫുൾ സോംബീസായി. സോംബീസോ? എന്നാൽ ഞാൻ പെട്ടെന്ന് തന്നെ അവനെ കൊല്ലാൻ നോക്കട്ടെ. അയ്യോ, സോംബീസായോ? അവന് ആ വീഡിയോ കേട്ട് എന്തൊക്കെ വെച്ച് കേട്ടു. എനിക്ക് തോന്നുന്നു അവന് സോംബിയായി കാണുള്ളൂ. ഇനി എന്നാ ചെയ്യാനാ ഗൈസ്? നമുക്കിനി ഇവരെല്ലാം കൊന്നിട്ട് പോകും. അല്ലെങ്കിൽ ഭൂമി ഫുള്ള് നാശമാവും. നമുക്കെന്തായാലും 2-3 പേരൊക്കെ ഇപ്പോൾ കൊന്നേക്കാം. ഒക്കെ എടുത്ത് എല്ലാത്തിനും അയ്യോ ഗൈസ്, എൻ്റെ അടുത്തോട്ട് വരുന്നു. ആ, ഒരിഞ്ഞു പോയി. എൻ്റെ അടുത്തോട്ടാണ് വരുന്നത്. ഗൈസ്, എൻ്റെ അടുത്തോട്ട് എല്ലാം കൂടെ വരുന്നു. ഗൈസ്, രക്ഷപ്പെട്ടു. ഗൈസ്, ഇവരെ എല്ലാത്തിനെയും ഇപ്പം കൊല്ലാൻ നമുക്ക് പറ്റത്തില്ല. എന്തായാലും നമുക്ക് 2-3 പേരൊക്കെ ഇപ്പം തട്ടാം. എല്ലാവരും നമുക്ക് കൊല്ലാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഇവിടുന്ന് എസ്കേപ്പ് ആവാം. ഗൈസ്, ഗൈസ്, ഞാൻ ആകെ പാനിക്കായി പോയിട്ടോ. ഗൈസ്, ഇനി ഇവിടെ എന്നാൽ ശരിയാക്കില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ UFO വിളിച്ച് പോവാം. ഹലോ UFO അല്ലേ? ആ UFO പെട്ടെന്ന് വാ. ഗൈസ്, നമുക്ക് UFOയുടെ ഒരു ചാൻസ് നോക്കാം. ഓ, ഈ ആട്. ഗൈസ്, ഈ ആട് കാണാൻ നമ്മളെല്ലാം പോകും. മഴയ്ക്ക് വീടെടുക്കാൻ സമ്മതിക്കത്തില്ല. ഗൈസ്, അങ്ങനെ UFO വന്നിട്ടുണ്ട്. നമുക്ക് UFO കേട്ട് കയറാം. ഗൈസ്, നമുക്കിനി എങ്ങോട്ട് പോകാനാ? അങ്ങോട്ടും പോകാനും പറ്റത്തില്ല. നമുക്ക് ഏതെങ്കിലും ബിൽഡിങ്ങിൻ്റെ മുകളിൽ പോയിട്ട് നിന്നിട്ട് വരെ വല്ലതും കൊള്ളാം. ഗൈസ്, ഇതെങ്ങോട്ടാണ് ഞാൻ പോണേ? എനിക്ക് പോലും പറയാൻ പറ്റുന്നില്ല. ഇത് നമ്മുടെ എയർപോർട്ടല്ലേ? ഗൈസ്, ഞാനിപ്പം ഏതോ ഒരു സ്ഥലത്തോട്ടൊക്കെ പോകുന്നുണ്ട്. എങ്ങോട്ടാണെന്നൊന്നും എനിക്കറിയില്ല. ഗൈസ്, ഈ സ്ഥലത്തൊക്കെ
ഗൈസ് ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ സൊസൈറ്റിയിലെ തന്നെ ഏറ്റവും വലിയ ബിൽഡിങ്ങിലാണ്. ഇവിടെ നിന്ന് നമുക്കൊന്ന് നമ്മുടെ ടെമ്പറയിൽ എടുത്തിട്ട് ഒരു വെടി വെച്ച് നോക്കാം. ഗൈസ് ഇവിടുന്ന് നോക്കിയിട്ട് ഒന്നും കാണുന്നില്ല, ഫുൾ ബ്ലറാണല്ലോ. നമ്മൾ കുറച്ചും കൂടെ താഴെയുള്ളൊരു ബിൽഡിങ്ങിൽ പോയി. ഇത്രയും പകലൊക്കെ നിന്ന് നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല. ഗൈസ് പൊങ്ങുന്നില്ല, എൻ്റെ യൂഫോ വർക്കൗട്ട് ആവുന്നില്ല. വർക്കാവുന്നുണ്ട്. ഡൗൺ എൻ്റെ വീട്, എൻ്റെ വീടല്ലേ അത്. നമുക്കെന്നാൽ ഒരു കാര്യം ചെയ്യാം. നമുക്ക് എന്തായിരുന്നു ഈ കൺട്രി അല്ല വേറെ ഏതെങ്കിലും കൺട്രിയിലോട്ടും എല്ലാം പോവാം. പക്ഷെ അവിടെ നമ്മളുടെ അടുത്തുള്ള കൺട്രി ശ്രീലങ്കയിലോട്ട് പോവാം. അവിടെയും സോംബീസ് പിടിച്ചൊന്നും എനിക്ക് അറിയില്ല. എന്തായാലും അങ്ങോട്ട് പോവാം. ഗൈസ് നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് സോംബീസും ഉണ്ട്. എന്നാ ചെയ്യാനോ, നമുക്ക് വല്ല കാറും ഓർഡർ ചെയ്തിട്ട് പോവാം. ഏത് കാർ എടുക്കണോ ആവോ. ഗൈസ് സോംബീസ് എല്ലാം എൻ്റെ അടുത്തോട്ട് തന്നെയാണോ ഇരുന്നേ? എന്തായാലും സോംബീസിന് ബുദ്ധിയില്ലാത്തതുകൊണ്ട് നമ്മളൊന്നും പിടിക്കാൻ പറ്റില്ല. നമുക്ക് നമ്മളുടെ ലംബോർഗിനി ഞാൻ തന്നെ എടുത്തേക്കാം. സോറി ഗൈസ്, തെറ്റിപ്പോയി. അയ്യോ ഗൈസ്, എന്നിട്ട് ഞാൻ എന്തൊക്കെയൊക്കെ അടിക്കുന്നത്. നമുക്കെന്നാൽ ഏറ്റവും കൂടുതൽ സ്പീഡുള്ള ബൈക്ക് തന്നെ അങ്ങ് എടുത്തേക്കാം. അല്ലെങ്കിൽ വേണ്ട ഗൈസ്, നമുക്ക് നമ്മുടെ ഗോസ്റ്റ് റൈഡറിൻ്റെ ബൈക്ക് എടുക്കാം. ഗോസ്റ്റ് റൈഡർ കടം വാങ്ങിച്ചിട്ട് എടുക്കാം. ഗൈസ് ഇനി നമുക്ക് എല്ലാവരുടെ അടുത്തോട്ട് എല്ലാ സോംബീസിനും അടുത്ത് കത്തിച്ച് കളിക്കാം. അയ്യോ പ്രശ്നമായി പ്രശ്നമാവുന്നു. പെട്ടെന്ന് നാട്ടിൽ ഈ സോമ്പിന് കൊന്നേക്കാം. ഇവിടെ ഗോസ്റ്റ് റൈഡർ ബൈക്ക് ഉള്ളതുകൊണ്ടാണ് തോന്നുന്നു. ഇവൻ എൻ്റെ അടുത്തോട്ടാണ് വരുന്നത്. എൻ്റെ കളി. പക്ഷെ നമുക്കൊന്നൊരു കാര്യം ചെയ്യാം. ഈ ഗോസ്റ്റ് റൈഡർ ബൈക്കില്ലേ, അത് നമുക്ക് ഇതിൻ്റെ അടുത്ത് കൊണ്ടുപോയി വെക്കാം. ഇങ്ങനെ കൊണ്ടുപോയി പാർക്ക് ചെയ്ത് വെച്ചാലോ, അല്ലെങ്കിൽ വേണ്ട ഗൈസ്. എനിക്ക് തോന്നി ഇനി ഇവിടെ ആരും വരില്ലായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ അയൽമാൻ്റെ വീടിനകത്ത് ഫിക്സായിട്ടിരിക്കാം. അയൽമാൻ്റെ ടെറസിൽ പോയിരിക്കാം. നമുക്ക് ടെറസിലോട്ട് എന്തായാലും ആ സീനില്ല ഗൈസ്. ചെറുതായി കാല് സ്ലിപ്പായി. കുഴപ്പമില്ല. ഇത് നോക്കി നമ്മുടെ താഴത്തെ സ്ഥലം കാണാം ഗൈസ്. സോംബി വരുന്നുണ്ടോ നമുക്ക് ഇവിടെ നോക്കാം. ഇവിടെ എന്തായാലും സോംബി ഇല്ല. നമുക്കെന്തായാലും ഇവിടെ 2-3 ദിവസമൊക്കെ സർവൈവ് ചെയ്യാൻ പറ്റൂ. എന്തുകൊണ്ട് നമുക്ക് എങ്ങനെയെങ്കിലും സർവൈവ് ചെയ്ത് പോകണമല്ലോ. ഇനി സോംബീസിനെ കൊല്ലാൻ വേറെ മാർഗമൊന്നുമില്ല. നമുക്ക് ഇനി എന്നാ ചെയ്യാൻ പറ്റും? എന്തായാലും സോംബീസ് എന്നെ കൊല്ലും.
കുറേ നാളൊന്നും എനിക്കിവിടെ ജീവിക്കാൻ പറ്റത്തില്ല. അയർമാൻ ഇവിടെ ആയതുകൊണ്ട് ഇവിടെ കുറേ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഇവിടെ ആർക്കും ഇങ്ങോട്ടൊന്നും കയറി വരാൻ പറ്റത്തില്ല. അതുകൊണ്ട് സെക്യൂരിറ്റി ഒക്കെയാണ്. നമ്മളും അയർമാനും ഒക്കെ ഫ്രണ്ട്സ് ആയതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഇവിടെയാണ് കുറേ ഫ്രണ്ട്സും ഇവിടെ കുറേ സൗകര്യങ്ങളും ഫുഡ്സൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ കുറേ നാൾ ഇവിടെ സർവൈവ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. എന്തായാലും ഇത്ര നേരമൊക്കെ ഇവിടെ നിന്നില്ലേ, ഇത്ര നേരം സോംബീസിനെ വായൊന്നും പോകാതെ സർവൈവ് ചെയ്യില്ലേ. അതിനൊരു ലൈക്കും സബ്സ്ക്രൈബും പ്ലീസ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ ബൈ ബൈ.